വെൽക്കം ബാക്ക് ടു ട്രാവൻകൂർ കൊച്ചിൻ ഹെറിറ്റേജ് ഗാലറി. ഞാനിപ്പം കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു യൂട്യൂബ് വീഡിയോയും ഇൻസ്റ്റാഗ്രാമിന് വേണ്ടി റീൽസും ഒക്കെ എടുക്കാമെന്ന് തീരുമാനിച്ചത്. കാരണം നമ്മുടെ ട്രാവൻകൂർ ഹെറിറ്റേജ് ഓപ്ഷൻ്റെ ആദ്യത്തെ ഓപ്ഷൻ ഈ ഫെബ്രുവരിയിൽ കഴിഞ്ഞു. നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും. നമുക്ക് കൊച്ചിൻ ഹെറിറ്റേജ് എക്സ്പോ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അപ്പം ഇതൊരു എന്താ പറയുക, കേരളത്തിലെ ആദ്യത്തെ ഒരു ഹെറിറ്റേജ് ഓപ്ഷൻ ആയിരുന്നതിനാൽ നമുക്ക് ഒരുപാട് കടമ്പകൾ കടക്കേണ്ടിയുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ പുറകിൽ ഒരുപാട് പേപ്പർ വർക്ക്സ് ഉണ്ടായിരുന്നു, പിന്നെ ടീം വർക്ക് ഉണ്ടായിരുന്നു. നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു 4 months കംപ്ലീറ്റ്ലി അതിനായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് മറ്റ് കാര്യങ്ങളൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാതെ നിന്നുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു ട്രാവൻകൂർ ഹെറിറ്റേജ് ഓപ്ഷൻ വളരെ ഭംഗിയായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അടുത്ത ഹെറിറ്റേജ് ഓപ്ഷൻ 2, ട്രാവൻകൂർ ഹെറിറ്റേജ് ഓപ്ഷൻ 2 നമ്മൾ ഈ വരുന്ന ജൂണിൽ സ്റ്റാർട്ട് ചെയ്യും. അതിൻ്റെ വർക്ക്സ് ഇപ്പം നടക്കും. കുറച്ച് ട്രാവൻകൂറിൻ്റെ നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട്. സോ അത് വെച്ചിട്ട് പബ്ലിക്കിൽ അത് കാണാൻ കൊടുക്കുന്നതും അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ പറയുന്നതുമൊക്കെ നമ്മുടെ കസ്റ്റമേഴ്സിനും പിന്നെ അതുപോലെ ന്യൂമിസ്മാറ്റിക് ഈ ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാർക്കുമൊക്കെ പുതിയൊരു പ്രചോദനം ആവട്ടെ എന്ന് വെച്ചിട്ടാണ് ഇപ്പം ഞങ്ങൾ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ അടുത്തൊരു സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞങ്ങളുടെ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ഒക്കെ വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് സെഷനും കൂടെ ഞങ്ങൾ ഈ തവണ അതിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഞങ്ങളുടെ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നവർക്കും ലൈക്ക് ചെയ്യുന്നവർക്കും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടിയിട്ട് ഞങ്ങളൊരു 3 ടോക്കണിൻ്റെ സോവനിയർ വിത്ത് ബോക്സ് ഞങ്ങളൊരു ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ബോക്സിൽ ഞങ്ങളിത് ഗിഫ്റ്റായിട്ട് ഞങ്ങളുടെ സെലക്ട് ചെയ്തിട്ട് ഞങ്ങൾ അതിലൊരു വിന്നറിനെ സെലക്ട് ചെയ്യുന്നതാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് RV ഗോൾഡ് പഗോഡ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മളിന്ന് ഫസ്റ്റ് നിങ്ങളെ കാണിക്കുന്നത് ആയില്യം തിരുനാൾ രാമവർമ്മയുടെ, അതായത് 1860 തൊട്ട് 1880 വരെ ഭരിച്ചിരുന്ന, തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ആയില്യം തിരുനാൾ രാമവർമ്മയുടെ കാലത്ത് ഇറക്കിയിരുന്ന RV 2 ഗോൾഡ് പഗോഡ, അതായത് 2 പഗോഡ എന്ന് പറയുന്ന RVയുടെ പഗോഡയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ ഈ നല്ല റെയർ കോയിൻസും അതുപോലെയുള്ള കോയിനൊക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ എപ്പോഴും ഞാൻ എൻ്റെ പഴയ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഗ്ലൗസ് യൂസ് ചെയ്യണം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ആ കോയിനിൽ വേറെ ടയറും കാര്യങ്ങളൊന്നും വരാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പിടിക്കുമ്പോൾ നമ്മുടെ ഫിംഗർ പ്രിൻറ്റ്സ് ഒക്കെ വരും, അതൊന്നും അതിൽ വരാൻ പാടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്രേഡ് ചെയ്യാൻ കൊടുക്കുമ്പോൾ നമ്മുടെ ഈ കയ്യിലെ ചെറിയ മോയ്സ്ചറും ഈ ഫിംഗർ പ്രിൻറ്റ്സും ഒക്കെ കാരണം പല MS കിട്ടേണ്ട കോയിനുകളും നമുക്ക് MS കിട്ടാതെ അതൊരു നോർമൽ ഗ്രേഡിലേക്ക് ആയിപ്പോകും. ഇപ്പോൾ ചിലപ്പോൾ AU ഡീറ്റെയിൽഡ്, ക്ലീൻഡ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വരും. അപ്പം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ കഴിവതും നമ്മൾ ഈ പറഞ്ഞ പോലെ കൂടിയ കോയിൻസ്, ഹൈ വാല്യൂ കോയിൻസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കിനും നമ്മൾ ഗ്ലൗസ് യൂസ് ചെയ്യാം. അപ്പോൾ തന്നെ നമുക്ക് ആ കോയിനെ കുറച്ച് നമുക്ക് പ്രിസർവ് ചെയ്യാൻ പറ്റും. എന്നാൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ, കാരണം ഇത്രയും വാല്യുബിൾ ആയിട്ടുള്ള, ഇത്രയും പഴക്കം ചെന്ന സാധനങ്ങളൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ നമുക്കതിനകത്ത് ചെയ്യാൻ പറ്റുന്നിടത്തോളം സൂക്ഷ്മത നമ്മൾ പാലിക്കുക. എന്നാൽ മാത്രമേ ഉള്ളൂ ആ കോയിൻ നമ്മളിപ്പോൾ ഒരു ഗ്രേഡ് ചെയ്യാനൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് MS കിട്ടുള്ളൂ. MS എന്ന് പറഞ്ഞാൽ പലർക്കും അറിയാം മിൻറ്റ് സ്റ്റേറ്റ്. അപ്പോൾ ആ മിൻറ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളത് ഇതുപോലെയൊക്കെ ഹാൻഡിൽ ചെയ്യണം. അതായത് വളരെ നന്നായിട്ട് ഗ്ലൗസൊക്കെ ഇട്ട് നമ്മൾ ആ കോയിൻ പ്രിസർവ് ചെയ്താൽ മാത്രമേ ഉള്ളൂ, ആ കോയിനെ കൈകാര്യം ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് MS ഗ്രേഡ് കിട്ടുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഞാൻ നിങ്ങളെ ഇന്ന് കാണിക്കാൻ പോകുന്നത് RV 2 പഗോഡയാണ്. ഞാൻ നിങ്ങളെ കാണിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാമവർമ്മ മഹാരാജാവിൻ്റെ കാലത്തുണ്ടായിരുന്ന 5 ഗ്രാമും 100 മില്ലിയും വെയിറ്റ് വരുന്ന, 5.1 ഗ്രാം വെയിറ്റ് വരുന്ന 1877 ഇഷ്യൂ ചെയ്ത RVയുടെ ഗോൾഡ് 2 പഗോഡയാണ് നമ്മളിപ്പോൾ ഇന്നിവിടെ കാണുന്നത്. അപ്പം ഇതിൽ എന്താ പറയുക, സർക്കുലേഷന് വേണ്ടി ഇറക്കിയിരിക്കുന്ന ഗോൾഡ് കോയിൻ എന്ന് പറയുന്നത് ഈ പറയുന്ന പഗോഡാസിൽ നമുക്ക് ആകെ 2 ഉള്ളൂ. അത് ഒന്ന് RV 2 പഗോഡയും പിന്നെ RV 1 പഗോഡയാണ്. അപ്പോൾ RV 1 പഗോഡ എന്ന് പറയുമ്പോൾ 2.54 ആണ് അതിൻ്റെ വെയിറ്റ് വരുന്നത്.
ഇത് വരുന്നത് 5.1 ഗ്രാം, 5.1215 അങ്ങനെയൊക്കെ വരുന്നത്. അപ്പം ഇതിൽ ഫ്രണ്ടിൽ നമുക്ക് കാണാം 1877 സ്ക്രിപ്റ്റ് ഉണ്ട്, RV എന്നുണ്ട്, മലയാളത്തിൽ ഡേറ്റ് 10/52 എന്ന് ഇട്ടിട്ടുണ്ട്, 1052. അതിൻ്റെ താഴെ തിരുവിതാംകൂറിന് പകരം തിരുവിതാംകോട് എന്നാണ് എഴുതിയേക്കുന്നത്, തിരുവിതാംകോട് എന്നാണ് എഴുതിയേക്കുന്നത്. പിന്നെ മേളിൽ ട്രാവൻകൂർ. പിന്നെ അതൊരു എന്താ പറയുക, എൻറിച്ച്ഡ് ഒരു സർക്കിൾ റത്തിലാണ്, അത് സർക്കിളിനകത്താണ് അത് എഴുതിയേക്കുന്നത്. ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ നോക്കുവാണെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോഞ്ച് കാണാം. അതിൽ ഇങ്ങനെ ബെറീസ് ഇങ്ങനെ നിൽക്കുന്ന കാണാം, നല്ല ഭംഗിയാണ്. അതിൻ്റെ റിവേഴ്സ് സൈഡ് കാണാനായിട്ട് ഒബ്ബോ സൈഡിനെക്കാട്ടിലും ഭയങ്കര ഭംഗിയാണത്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഓഫ് ദ റെയറസ്റ്റ് ട്രാവൻകൂർ കോയിനാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈഫ് ടൈമിൽ ചിലപ്പോൾ ഒരാൾക്ക് ഒരു പ്രാവശ്യമൊക്കെയാണ് അവരുടെ കയ്യിൽ കിട്ടുന്നത്. അപ്പം സത്യത്തിൽ ഇതിന് മുമ്പൊരു കോയിൻ എൻ്റെ കയ്യിൽ വന്നിട്ടുണ്ട്. എന്നാലും അത് ഒരു ഗ്രേഡഡ് ആയിരുന്നു, MS ഗ്രേഡഡ് കോയിൻ ആയിരുന്നു. ഇത് ഗ്രേഡ് അല്ലാത്ത എന്നാൽ MS ഗ്രേഡ് കിട്ടുന്ന സ്ലാബ് ചെയ്യാത്ത ഒരു റോ കോയിനാണിത്. ഇതിൻ്റെ എഡ്ജ് വരുന്നത് റീഡർ എഡ്ജാണ്. പിന്നെ ഇതിൻ്റെ എന്താ പറയുക, കണ്ടീഷൻ നിങ്ങൾ കാണുന്ന പോലെ അൺസർക്കുലേറ്റഡ് കണ്ടീഷനിലാണ് ഈ കോയിൻ ഇരിക്കുന്നത്. അപ്പം ഈ കോയിനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എന്താ പറയുക, ഒരു കഴഞ്ചു വെയിറ്റ് എന്ന് പറയുന്ന ആ വെയിറ്റിന് ഇക്വലൻ്റ് ആയിട്ടാണ് ഇത് വരുന്നത്. അതായത് 52.5 പണം കൂടുന്നതാണ് ഈ ഒരു ഗോൾഡ് പഗോഡ. 52.5 തിരുവിതാംകൂറിൻ്റെ 52.5 പണം ഉണ്ടെങ്കിലാണ് ഈ ഒരു ഗോൾഡ് പഗോഡയുടെ ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ വരുള്ളൂ. അപ്പോൾ അന്ന് മദ്രാസ് പ്രസിഡൻസിയും അതുപോലെയുള്ള എല്ലാ പ്രസിഡൻസികളും ഒക്കെ ഗോൾഡ് പഗോഡാസൊക്കെ ഇറക്കിയപ്പം നമ്മളും തിരുവിതാംകൂറിൻ്റെ രാജാവ് ആ സമയത്ത് ഈ ഗോൾഡ് പഗോഡ സർക്കുലേഷനിലായിട്ട് ഇറക്കി. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു പീരീഡ് വരെയൊക്കെ മിഷ്യൻ സ്ട്രക്ക് അല്ലായിരുന്നു നമ്മുടെ കോയിൻസുകളെല്ലാം, ഹാൻഡ് സ്ട്രക്കിലൊക്കെ ഉള്ള കോയിൻസുകളായിരുന്നു, ഹാമേഡ് കോയിൻസൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഈ ഒരു RV പീരീഡിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പം ഫസ്റ്റ് വരുന്നത് ഈ വെള്ളിപ്പണം വന്നു. വെള്ളിപ്പണം നമ്മൾ RV പണം എന്നൊക്കെ പറയുന്നത് ആദ്യമായിട്ട് മിഷ്യൻ സ്ട്രക്കിൽ വന്നു. അത് കഴിഞ്ഞിട്ട് വെരി ഫസ്റ്റ് വരുന്ന ഗോൾഡ് കോയിനാണ് ഈ പറഞ്ഞ RV2 പഗോഡ. അതുകൊണ്ട് തന്നെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള എന്താ പറയുക, വളരെ റെയറിറ്റി ആയിട്ടുള്ള ഒരു കോയിനാണ് ഈ RV2 പഗോഡ. അടുത്തത് ഇതിനെക്കാട്ടിലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കോയിനേജ്, അതായത് ഒരു എന്താ പറയുക, അതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തുലാഭാരം കോയിൻസ്, തുലാപുരുഷധനം എന്നൊക്കെ പറയുന്ന ഒരു 1890s ഇഷ്യൂ ചെയ്തിരുന്ന തിരുവിതാംകൂറിൻ്റെ ഒരു നാണയം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് അടുത്തത്. അത് ആക്ച്വലി 4 ഡിനോമിനേഷനായിട്ടാണ് വരുന്നത്. 0.6 ഗ്രാം, 1.2, 2.4, 4.8. അതായത് ക്വാർട്ടർ പഗോഡ, ഹാഫ് പഗോഡ, 1 പഗോഡ ആൻഡ് 2 പഗോഡ. അങ്ങനെ ഒരു 4 ഡിഫറെൻറ്റ് ഡിനോമിനേഷനിലാണ് ഈ തുലാഭാരത്തിൻ്റെ കോയിൻസുകൾ ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. സ്റ്റേറ്റ് സെൻട്രൽ ആർക്കൈവ്സിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്ന പ്രകാരം ഒരു 8 പ്രാവശ്യത്തോളം ഈ തുലാഭാരം രാജാക്കന്മാരുടെ, തിരുവിതാംകൂർ രാജാക്കന്മാരുടെ തുലാഭാരം നടന്നിട്ടുണ്ട്. അത് 1737 അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെയും 1760 കാർത്തിക തിരുനാൾ രാമവർമ്മ, 1800 ഔട്ടം തിരുനാൾ ബാലരാമവർമ്മ, 1829 സ്വാതി തിരുനാൾ രാമവർമ്മ, 1850 ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ, 1870 ആയില്യം തിരുനാൾ രാമവർമ്മ, 1880 വിശാഖം തിരുനാൾ രാമവർമ്മ, 1891 ശ്രീമൂലം തിരുനാൾ രാമവർമ്മ. അപ്പം നമ്മളിപ്പോൾ ഈ കോയിൻ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത് 1890കളിലേക്ക് കാറ്റഗറൈസ് ചെയ്യുന്നതായിട്ടാണ്. കാരണം ലേറ്റസ്റ്റ് കോയിനേജ് ആയിട്ടാണ് നമ്മളിപ്പോൾ കാറ്റഗറി ചെയ്യുന്നത്. പിന്നെ ലാസ്റ്റ് ശ്രീചിത്ര തിരുനാൾ ബാലരാമവർമ്മയുടെ കാലത്ത് അദ്ദേഹം തുലാഭാരം നടത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ അന്നത്തെ സ്റ്റേറ്റിൻ്റെ, തിരുവിതാംകൂർ സ്റ്റേറ്റിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി അദ്ദേഹം അത്രയും വലിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറല്ലായിരുന്നു എന്നാണ് റെക്കോർഡിക്കലായിട്ട് പറയുന്നത്. അപ്പോൾ ആദ്യം ഞാൻ നിങ്ങളെ ഇതിൻ്റെ വളരെ സ്മോളസ്റ്റ് ഡിനോമിനേഷൻ ആയിട്ടുള്ള 0.6 ഗ്രാം നിങ്ങളെ ഞാൻ കാണിക്കാം.
തിരുവിതാംകൂറിൻ്റെ തുലാഭാരത്തിൻ്റെ ഏറ്റവും സ്മോളസ്റ്റ് ഡിനോമിനേഷൻ. അത് 0.6 ഗ്രാം വെയിറ്റ് ആണ് വരുന്നത്. അത് ബാക്ക് സൈഡിൽ ഇതുപോലെ തന്നെ ശംഖുമുദ്രയാണ്, അത് കോഞ്ചാണ് റിവേഴ്സിൽ. ഫ്രണ്ടിൽ ഒബേഴ്സ് സൈഡിൽ ശ്രീ പത്മനാഭ എന്ന് പഴയ മലയാളം സ്ക്രിപ്റ്റിൽ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ ഇതുപോലെ തന്നെ റെത്തുണ്ട്. നിങ്ങൾക്ക് വളരെ കാണാം, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ അതിൽ ഇൻസ്ക്രിപ്ഷൻസ് നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. ശ്രീ പത്മനാഭ എന്ന് വായിക്കാൻ പറ്റും. റിവേഴ്സ് സൈഡിൽ കോഞ്ചാണ്. ഇതതിൻ്റെ 0.6 ഗ്രാമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. പിന്നെ ഇതിൻ്റെ നേരെ ഇരട്ടി, ഇതിപ്പോൾ ക്വാർട്ടർ പഗോഡയാണ്. പിന്നെ ഇതിൻ്റെ നേരെ ഇരട്ടിയായിട്ടുള്ള 1.2 ഗ്രാം വരുന്ന ഹാഫ് പഗോഡ ഉണ്ട്. അത് നമ്മുടെ കളക്ഷനിലുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ 1.2 ഗ്രാം വരുന്ന പഗോഡ. ഇതിലും അതുപോലെ തന്നെ ഇതിൻ്റെ വെയിറ്റാണ് വ്യത്യാസം വരുന്നത്, ഡയമീറ്ററും വെയിറ്റുമാണ് വ്യത്യാസം വരുന്നത്. ഇതും നിങ്ങൾക്ക് കാണാം, ശ്രീ പത്മനാഭ എന്ന് നല്ല ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഒരു സൈഡിൽ നല്ല ക്ലിയറാണ്, ക്ലാരിറ്റി ഉണ്ട്. റിവേഴ്സ് സൈഡിൽ വന്നിട്ട് ശംഖ് നിങ്ങൾക്ക് കാണാൻ പറ്റും. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കോഞ്ചാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത്രയും ചെറിയ കോയിനിൽ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടാണ് അവരത് പ്രിൻ്റ് ചെയ്തിരിക്കുന്നത്, മീൻസ് സ്ട്രക്ക് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞപ്പോൾ 0.6 ഗ്രാമും 1.2 ഗ്രാമും ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ അത്യാവശ്യം ഒരു ഡയമീറ്ററും സൈസും ഒക്കെ മനസ്സിലാവും. അപ്പം ഇതൊക്കെ കളക്ഷനിൽ നമുക്ക് വൺസ് ഇൻ എ ലൈഫ് ടൈം നമുക്ക് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പം എനിക്ക് ദൈവം സഹായിച്ച് ഇത് നമ്മുടെ കയ്യിലൂടെ ഇത് ഇപ്പം വന്നിരിക്കുകയാണ്. ഈ തുലാപുരുഷധനം അല്ലെങ്കിൽ തുലാഭാരം എന്നൊക്കെ പറയുന്നത് ഈ അവിടെ അന്നേരം നിലവിലുള്ള രാജാവ്, ആ രാജാവിൻ്റെ തത്തുല്യമായിട്ടുള്ള വെയിറ്റിനുള്ള ഗോൾഡ് കോയിൻസുകൾ വെയിറ്റ് ചെയ്യുന്നതാണ് അതിൻ്റെ ഒരു സിസ്റ്റം. അത് ത്രാസിലിരുന്ന് തൂക്കുന്നതാണ് അതിൻ്റെ ഒരു സിസ്റ്റം. അത് എന്നിട്ട് ഇവരിത് ബ്രാഹ്മിൻസിൻ്റെ ഇടയിലേക്ക് ഇവരിത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഈ കിട്ടുന്ന കോയിൻസ് അവർക്കെതിരെ ഇതായിട്ടുള്ളത് ബ്രാഹ്മിൻസിന് അവരത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇത് ഈ ഗോൾഡ് വളരെ പ്യൂരിഫൈഡ് ആയിരിക്കും. ഇതിനു വേണ്ടിയുള്ള ഈ തുലാഭാരം ഇഷ്യൂസിന് വേണ്ടി അടിക്കുന്ന ഈ കോയിൻസിൻ്റെ ഗോൾഡ് വളരെ പ്യൂരിഫൈഡ് ആയിരിക്കും. പിന്നെ ബ്രാഹ്മൺസിൻ്റെ ഇടയിലുള്ള കുട്ടികൾക്കും ലേഡീസിനും എല്ലാം അവരിത് ഈ കോയിൻസുകൾ അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്. പിന്നെ ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്നതായിരിക്കും ഇവരുടെ ഈ സെറമണി. ഇതെല്ലാം ഞാൻ പറയുന്നത് നമ്മുടെ ബീന സരസം മേഡത്തിൻ്റെ ട്രാവേഴ്സിങ് ട്രാവൻകൂർ ത്രൂ ദ ഏജസ് ഓൺ കോയിൻ എന്ന് പറഞ്ഞിട്ടൊരു കാറ്റലോഗ് ഉണ്ട്. അത് വളരെ നല്ലൊരു കാറ്റലോഗാണ്. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ ഡീറ്റെയിൽസ് കിട്ടും. ഞാൻ ആ കാറ്റലോഗാണ് ഇപ്പോൾ നിങ്ങൾ ലൈവായിട്ട് റെഫർ ചെയ്യുന്നത്. കാരണം ഇതെല്ലാ കാര്യങ്ങളും നമുക്ക് എപ്പോഴും ഫീഡ് ചെയ്ത് മെമ്മറിയിൽ വെക്കാൻ പറ്റില്ല. അപ്പോൾ അതിൽ റെഫർ ചെയ്തിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. പിന്നെ അതാ പറഞ്ഞത്, ഇതിനകത്ത് ഒരുപാട് ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഈ ഗോൾഡ് കോയിനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടപ്പുണ്ട്. അപ്പം നമ്മുടെ കയ്യിൽ ഒരു നാണയം കിട്ടുമ്പോഴായിരിക്കും നമുക്ക് അതിൻ്റെ ഹിസ്റ്ററി പഠിക്കാനും അതെങ്ങനെ ഇങ്ങനെ പ്രിൻ്റ് ചെയ്തു, എന്തിനു വേണ്ടി പ്രിൻ്റ് ചെയ്തു, എന്തിനു വേണ്ടിയാണ് ഇത് മിൻറ്റ് ചെയ്തത്, ഏത് രാജാവിൻ്റെ കാലത്താണ് മിൻറ്റ് ചെയ്തത്. അപ്പോൾ അതിനെപ്പറ്റിയെല്ലാം കൂടുതലായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി നിങ്ങളിപ്പോൾ തന്നെ ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക. പിന്നെ ഞങ്ങൾക്ക് പറയാനുള്ള പിന്നെ ഇതിനകത്തൊരു 2 വെറൈറ്റിയും കൂടെ ഉണ്ട്. അതായത് ഇതിൻ്റെ ഒരു യൂണിഫേസ് ഇപ്പം നമ്മൾ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് സൈഡിൽ ശംഖുമുദ്ര ഉള്ളതാണ് കണ്ടത്. ഇതിൻ്റെ തന്നെ യൂണിഫേസ് വെറൈറ്റി വരും ഈ തുലാഭാരത്തിൻ്റെ തന്നെ. അതും ഈ പറഞ്ഞ പോലെ തന്നെ 4 ഡിഫറെൻറ്റ് വെയിറ്റിലുണ്ട്. വളരെ റെയറാണ് അത്. പുറത്ത് ഇപ്പോൾ പ്രൈവറ്റ് ഹാൻഡ്സിൽ അത് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് വളരെ റെയറായിട്ടാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇതും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു കഴഞ്ച് വെയിറ്റിൻ്റെ ആ ഒരു കഴഞ്ച് വെയിറ്റാണ് എല്ലാത്തിനും ഒരു മാനദണ്ഡമായിട്ട് എടുക്കുന്നത്. പിന്നെ ഈ കോയിൻസുകൾ പിന്നെ മഹാരാജ ഗിഫ്റ്റ് കൊടുക്കാനായിട്ടും ഫ്രണ്ട്സിന് വേണ്ടിയും പിന്നെ പരിചയക്കാർക്ക് വേണ്ടിയൊക്കെ അവിടെ കൊട്ടാരം സന്ദർശിക്കുന്നവർക്ക് വേണ്ടിയൊക്കെ ഈ കോയിനുകൾ അവർ ഗിഫ്റ്റായിട്ടും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ തുലാഭാരം കോയിൻസിൻ്റെ പുറകിൽ ഒരുപാട് നല്ല നല്ല ചരിത്രമുണ്ട്. നമുക്കത് ഇനി അടുത്ത എപ്പിസോഡുകളിൽ നമുക്കത് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു ഫോട്ടോയും എല്ലാം നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് കാണാൻ പറ്റും വീഡിയോയിൽ. അപ്പം
അടുത്ത ഒരു നല്ല കണ്ടൻറ്റുമായിട്ട് ഞങ്ങൾ വീണ്ടും അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക. ഞങ്ങളുടെ അടുത്ത ഓപ്ഷൻ ഈ വരുന്ന ജൂണിലുണ്ട്. അപ്പം ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തവർക്ക് വേണ്ടി ഞങ്ങളുടെ ഫ്രീ രജിസ്ട്രേഷൻ കണ്ടിന്യൂയിങ് ആണ്. അപ്പോൾ അതിലേക്ക് നിങ്ങൾ എല്ലാവരും കയറി ഇപ്പോൾ എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. പിന്നെ നമ്മുടെ ഓപ്ഷനിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞങ്ങളുടെ കസ്റ്റമർ കെയർ നമ്പറും നമ്മുടെ കസ്റ്റമർ റിലേഷൻ നമ്പറും എല്ലാം താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ നേരിട്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം.